വല്യേട്ടാ, ട്രൂത്ത് ഓർ ഡയർ? ട്രൂത്ത്. എന്നാ ശരി, ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന മേഘനത്തെ കുറിച്ച് ഏട്ടന്റെ മനസ്സിലുള്ള ഒരു ട്രൂത്ത് പറയണം. പറയൂ വല്യേട്ടാ, കമോൺ. പറഞ്ഞേ തീരൂ. കമോൺ. പറയണം, 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 പറയണം. കളങ്കരഹിതമായ മനസ്സ്, യുക്തിഹിത ചിന്ത, തീരുമാനങ്ങളിലെ നിശ്ചയദാർഢ്യം. മാനത്തെ വെള്ളിമേഘങ്ങൾ പോലെ അവളൊരു അത്ഭുതമാണ്. എന്റെ ഡാഡിയുടെ ജീവിതത്തിലേക്ക് മോൻ വന്നത് ഭാഗ്യമാണെന്ന് പറഞ്ഞു. എന്നാൽ എന്റെ ജീവിതത്തിലേക്ക് മേഘന വരുമ്പോ എന്റെ ഡാഡിക്ക് ഇനി സ്വന്തം വാക്കുകൾ തിരുത്തി പറയേണ്ടി വരും. ശാലു, നിനക്ക് കിട്ടിയോടി? ഇതുവരെ ഇല്ല മമ്മി, നോക്കിക്കൊണ്ടിരിക്കുവാ. ശാലു, സാധനം ദേ ഇവിടെ ഇരിപ്പുണ്ടടി. മമ്മി, മേഘനയ്ക്ക് കൊടുത്ത ഈ നെക്ലസ് അവള് കല്യാണത്തിന് ഇട്ടില്ലെങ്കിലോ? അരുണിമ മാലിനി കല്യാണം നിർത്തും. പിന്നെ എന്റെ വഴി ക്ലിയർ ആവൂലേ? പിടിക്ക്. മമ്മി വാ, നടക്ക് നടക്ക്. താങ്ക് യു വല്യേട്ടാ. അപ്പൊ മേഘനടുത്ത് ഇപ്പൊ നിലത്തൊന്നുമില്ല എന്നർത്ഥം. അതൊന്നും വെറുമ്പാക്കല്ലടാ, എല്ലാം സത്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ്.
അത് ഏട്ടത്തി അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. പറ, ട്രൂത്ത് ഓർ ഡെയർ? പറയേച്ചി, കമോൺ പറ. കമോൺ പറയണം. ഒന്ന് പറയട്ടത്തി. മേഘന എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാ. മേഘന എന്നാൽ സത്യം എന്നാ. അത് പ്രത്യേകിച്ച് പറയണ്ട. വാവ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഏട്ടനൊരു ഉമ്മ കൊടുക്കണം. എടാ വിവേക്, വല്യമ്മേ, നോ കമന്റ്സ്. ഗെയിം ഈസ് ഗെയിം. ഇന്ന് വല്യമ്മ ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റൂ. മേഘനടത്തി, ഏട്ടൻ ഞങ്ങളുടെ വീട്ടിലെ പുതിയ ബന്ധുവിന് ഒരു ചെറിയ കൺസെഷൻ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും സ്റ്റേജ് ഒന്ന് താഴേക്ക് പോയിക്കൊള്ളാം. ബട്ട് ഉമ്മ കൊടുക്കാതെ ഏട്ടത്തിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. ഏട്ടത്തി അമ്മേ, കമോൺ കമോൺ കമോൺ, എല്ലാരും വന്നേ, താഴേക്ക് വന്നേ. കമോൺ ഏട്ടത്തി, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. മേഘനേട്ടത്തി, നോ ചീറ്റിംഗ്. ഡെയർ ആണെന്ന് പറഞ്ഞ ആളാന്ന് ഓർക്കണം. ഏട്ടത്തി ഇപ്പൊ എന്റെ ഏട്ടന് ഞങ്ങൾ എല്ലാവരെയും മുന്നിൽ വെച്ച് ഒരു ഉമ്മ കൊടുത്തേ പറ്റൂ. അത്രേ ഉള്ളൂ. മേഘനേട്ടത്തി, നോ ചീറ്റിംഗ്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ നോക്കാണോ? അതൊന്നും പറ്റില്ല. ഏട്ടന് ഉമ്മ കൊടുത്തിട്ടേ ഇറങ്ങാൻ പറ്റൂ. കമോൺ ഏട്ടത്തി, കമോൺ.
ഏയ് എന്തിനാ പെട്ടെന്ന് ശബ്ദം കൂട്ടിയേ? നോക്കി ചെയ്യണ്ടേ ഇതൊക്കെ? സോറി സാർ, ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം. മേഘനേട്ടത്തി, ഏട്ടത്തി ഇങ്ങനെ എത്ര നേരം വെച്ചാ നിക്ക? ഉമ്മ കൊടുക്ക്. കമോൺ ഏട്ടത്തി. ഞാൻ ഓൾറെഡി ഉമ്മ കൊടുത്തു കഴിഞ്ഞു. ഏട്ടൻ ഉമ്മ കൊടുത്തു കഴിഞ്ഞെന്നോ? ഏട്ടത്തി ഞങ്ങളെ കളിപ്പിക്കാൻ നോക്കണ്ട. ശബ്ദം കേട്ട് ഞങ്ങളൊന്ന് കണ്ണടച്ചപ്പോ ഞങ്ങളെ പറ്റിക്കാൻ നോക്ക അല്ലേ? നോ ചീറ്റിംഗ് ഏട്ടത്തി. ഉം. മേഘനേട്ടത്തി, മേഘനേട്ടത്തിക്ക് ഒടുക്കത്തെ ബുദ്ധിയാണല്ലോ. മയക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഞങ്ങളെ കണ്ണടപ്പിച്ച് ഏട്ടൻ ഉമ്മ കൊടുത്തല്ലേ? ചേട്ടൻ പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ല. ക്ലാപ്സ് ക്ലാപ്സ്. മനസ്സിനുള്ളിൽ മാറിവില്ലു പൂത്ത നേരം മധുമാസത്തിൻ കോകിലങ്ങൾ പാട്ടുമൂടും ഇനിയൊഴുകും. ശുഭമംഗളം സാന്ദ്രാനന്ദം നെഞ്ചിനുള്ളിൽ എന്തൊരുത്സവം കുസലദേശമേ ഉണര് കോകിലപ്പോൾ ആശയിൽ പല്ലവി പാട് വെണ്ണയും തോൽഭൂമിയുടലിൽ വെണ്ണിലാ ചന്ദന ചാറും പൂശ് ശ്രീരാമൻ പട്ടത്തുറാണി സീതാമുഖം ചുവന്നു സീതാ എങ്ങുമെങ്ങും ശുഭമംഗളം സാന്ദ്രാനന്ദം നെഞ്ചിനുള്ളിൽ എന്തൊരുത്സവം. സുന്ദരമി കാഴ്ച കണ്ടു വിണ്ണുലക ദേവവൃന്ദം വർഷിച്ചു പൂമാരികൾ ഭൂദേവി പുത്രിയുടെ തൂനെറ്റിമേൽ ഒരു പൂമ്പൊട്ടു ചാർത്തി രാമൻ ചേലെഴുന്ന ചേല ചുറ്റി കുമ്മിയാടി പാടി നിന്ന് ദേവതയ്ക്ക് വാട്ട് ചൊല്ലുക മാരിവില്ലിൻ ഏഴുവർണ്ണം ചാലിച്ചൊരു തേച്ചമച്ച മൈരിയെ അതിലിരുത്ത് ആര്യപുത്ര സാമീപ്യത്തെ ആറ്റു നോൽക്കും നാളുകൾ ആശയുള്ള വസ്തുക്കൾ മേലാർത്തിയേറുമല്ലോ ഈ കണ്ണിനയിൽ കണ്ടിടും കനകക്കിനാവിന്റെ കണ്ണീളം പൈതലല്ലയോ സീതാ സീമന്തം എങ്ങുമെങ്ങും ശുഭമംഗളം സാന്ദ്രാനന്ദം നെഞ്ചിനുള്ളിൽ എന്തൊരുത്സവം. മോളെ ചാരുമതി, അക്ഷത എടുത്തോണ്ട് വാ മോളെ. ദേ ഇപ്പൊ കൊണ്ടുവരാ ആന്റി. ആ വിവേക്, അകത്ത് പുതിയ മുണ്ട് വെച്ചിട്ടുണ്ട്, പോയി എടുത്തിട്ട് വാ. ശരി വിളിച്ച.
ഏയ് നിന്നെ കണ്ണെന്താ തലയിലടിക്കുന്നത്? ആ നീ എന്തെടുത്ത് പോക്കറ്റ് വെച്ചിരിക്കാ? എന്നെ ഒന്ന് ഇടിച്ചത് നീയാ. ഇടയ്ക്ക് കേറി വന്ന നീയാ. ഡേ നീ എന്നെ മനഃപൂർവ്വമല്ല ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കുന്നത്. ആഹാ അത് പറയേണ്ടത് ഞാനാ. ആഹാ നീ ആരുടെ ഐശ്വര്യ റായോ? ആ നീ ആരാ, വലിയ സൽമാൻ ഖാനോ? പ്രസംഗിക്കലടി കശുവണ്ടി മോന്തേ. ആ ഞാൻ കശുവണ്ടി മോതാണെന്നോ? നീ ഉണങ്ങി പോയ മാങ്ങാണ്ടിയാടാ. നീ കരിഞ്ഞു പോയ കപ്പളങ്ങി. ആ, നീ പോട മാങ്ങാ തലയാ. നീ പൊടി മത്തങ്ങ മോന്തേ. അയ്യോ നിർത്തുന്നുണ്ടോ ഈ വഴക്ക്? ഇതെന്താ മാങ്ങാത്തൊലി തേങ്ങയുടെ മൂടെന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്നേരം കൊണ്ട് തേങ്ങ മാങ്ങിയിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാമായിരുന്നു. കൊച്ചു കുട്ടികളെക്കാട്ടും കഷ്ടമാണല്ലോ. അത് നിന്റെ ചേച്ചിയോട് പറഞ്ഞു കൊടുക്ക്. എന്നോടല്ലടാ ഇയാളോട് പറഞ്ഞു. ഏയ്. ഏയ് അയ്യോ ദൈവം ഇത് വഴക്കുണ്ടാക്കല്ലേ. അവിടെ എല്ലാരും നിങ്ങളെയും കാത്തു നിക്കുക. പൊടി. ഏയ് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? അക്ഷത എടുത്ത് എന്റെ തലയിലിടുന്നോ? നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. ചേച്ചി അതൊക്കെ പിന്നെ എപ്പോ വേണമെങ്കിലും കണ്ടോ. ഇപ്പൊ അങ്ങോട്ടേക്കോ വിളിക്കുന്നു. ചേച്ചി ചേച്ചിയെ കാണാൻ ഇപ്പൊ എന്തൊരു ഭംഗിയാണെന്നോ. സത്യേട്ടത്തി വലിയേട്ടൻ ഇങ്ങനെ എങ്ങാനും കണ്ട ഫ്ലാറ്റ് ആയി പോവും. ആന്റി കല്യാണ പെണ്ണിന്റെ ഗെറ്റപ്പില് ഞങ്ങളുടെ ഏട്ടത്തി എങ്ങനെയുണ്ട്? മേഘനയ്ക്ക് എന്താ മോളെ കുറവ്? വജ്രം പോലെ തിളങ്ങല്ലേ അവള്. മോളെ മേഘനെ, എന്താ അമ്മേ? നീ ഒരുങ്ങിക്കഴിഞ്ഞ മോളെ? സമയാവുന്നു. ഞാൻ റെഡിയാണമ്മേ. മേഘനെ, ഈ ഷോള് നിനക്കുള്ളതാ. മോളെ മേഘനെ, താലി കെട്ടാൻ കതിർമണ്ഡപത്തിലേക്ക് കയറുമ്പോ കല്യാണ പെണ്ണി ഷോളിട്ട് തലമറയ്ക്കണമെന്നുള്ളത് ഞങ്ങളുടെ ആചാര. നീ ഈ ഷോൾ ഇട്ടുകൊണ്ട് വേണം കല്യാണ മണ്ഡപത്തിലേക്ക് വരാൻ. മിഥുൻ താലി കെട്ടിയതിനു ശേഷേ ഇതെടുത്ത് മാറ്റാൻ പാടുള്ളൂ. എന്നാ പോയി ഇത് പെട്ടെന്ന് ഇട്ടിട്ട് പോ. ശരി അമ്മേ. അതിരിക്കട്ടെ മേഘനെ, നീ ആഭരണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്ന നെക്ലസ് എവിടെ? അത് ഇരിപ്പുണ്ടമ്മേ, ഞാൻ ഇട്ടോളാം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അത് തലമുറകളായിട്ട് കൈമാറി വരുന്ന നെക്ലസാ. ഒട്ടും അശ്രദ്ധ പാടില്ല. അതെടുത്ത് കഴുത്തിലിട്ടോ. അയ്യോ ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നെടുത്തിട്ട് എന്നിട്ട് പെട്ടെന്ന് വാട്ടോ. എന്തോറ്റി ചേച്ചി? ബാഗിലെ നെക്ലേസ് കാണുന്നില്ല ചാരു. അതെവിടെ പോവാനാ ചേച്ചി? ശരിക്കൊന്ന് നോക്ക്. ഇല്ല ചാരു. അയ്യോ എന്റെ മോളെ, എന്തൊരു തോന്നിവാസം നീ കാണിച്ചേ. ആ നെക്ലേസ് എവിടെ കൊണ്ട് കളഞ്ഞു? നിന്റെ കഴുത്തിൽ ആ നെക്ലേസ് കണ്ടില്ലെങ്കിൽ അരുണിമാന്റിയുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരുമല്ലോ. പറയുന്നതൊക്കെ കേട്ടാലും സാരമില്ല, നമ്മളെ അവര് സമാധിയാക്കും. ഈ കല്യാണം ഇനി നടന്നത് തന്നെ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ചെറിയമ്മേ? അയ്യോ എന്റെ പൊന്നു തമ്പുരാനെ. ജേട്ടാ, മുഹൂർത്തം അടുത്തു വന്നോണ്ടിരിക്കല്ലേ. മേഘനയെ വിളിച്ചോണ്ട് വന്ന് ഗൗരി പൂജ നടത്തി കുലദൈവത്തിന് മുമ്പിൽ നാളികേരം ഉടപ്പിക്കണ്ടേ? കുറച്ച് സമയേ ഉള്ളൂ. ഇതിനൊക്കെ സമയം കാണൂ. അരുണിമേ, എല്ലാം നിനക്ക് ശീലമുള്ളതല്ലേ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചിലപ്പോൾ നടന്നു വരില്ല. ചിലതൊക്കെ കണ്ടില്ലെന്ന് വെക്കണം അരുണിമേ. അതിരിക്കട്ടെ, മേഘന റെഡിയായോ?
അവൾ എപ്പോഴേ റെഡിയാ, ഞാൻ ചെന്ന് വിളിച്ചിട്ട് വരാം. തത്ത പറയുന്ന പോലെ ഞാൻ പറഞ്ഞതാ, പക്ഷെ എന്റെ വാക്കിന് നയാ പൈസയുടെ വിലയില്ലല്ലോ. എല്ലാ കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയൊക്കെ വേണ്ടേ? എന്തു പറ്റി? എന്തിനാ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നേ? എനിക്കത് പറയാനും മാത്രമുള്ള ധൈര്യമൊന്നുമില്ല ഏട്ടാ. അല്ലെങ്കിൽ തന്നെ ആചാരവും ചിട്ടയും കൊണ്ട് തട്ടി വീഴുന്ന അവസ്ഥയാ. അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഒരു ശ്രദ്ധയും ഇല്ലെന്ന് വെച്ചാ ഞാൻ എന്ത് പറയാനേട്ടാ? അതിനെന്താ ഇവിടെ സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്നോ അത് നിങ്ങളുടെ മേഘനയോട് തന്നെ ചോദിക്കേ. എന്താ കാര്യം നീ തന്നെ പറ. ഒന്നുമില്ലമ്മേ. അത് പിന്നെ പിന്നെ ഞാൻ നിന്നോട് ആ നെക്ലസ് ഇട്ടോണ്ട് വരാൻ പറഞ്ഞതല്ലേ, എന്നിട്ടത് നിന്റെ കഴുത്തിൽ ഇല്ലല്ലോ മേഘനെ. അതാ ഞാൻ പറയാൻ വന്നത്. അത് ആ നെക്ലസ്. നെക്ലസ്? ആ നെക്ലസ് എന്താണെന്ന് പറ. ആ നെക്ലസ് ഇപ്പൊ എവിടെയെന്ന് കാണുന്നില്ലമ്മേ. എന്ത്? എന്താ പറഞ്ഞ്? നെക്ലസ്? ഞാൻ തന്ന നെക്ലസ് കാണുന്നില്ലെന്നോ? അമ്മ അത് തന്നതും ഞാനിതെടുത്ത് എന്റെ ബാഗിൽ സൂക്ഷിച്ചു വെച്ചതായിരുന്നു. പക്ഷെ ഇപ്പോ അതെങ്ങും പോകാൻ സാധ്യതയില്ല മോളെ. അതവിടെ നിക്കട്ടെ ജയേട്ടാ. അത്രയ്ക്കും അമൂല്യമായൊരു വസ്തു നിന്നെ ഏൽപ്പിച്ചിട്ട് അതിപ്പോ കാണുന്നില്ലെന്ന് പറയുന്നോ? എത്ര നിസ്സാരമായിട്ട് കണ്ടിട്ടാ അങ്ങനെ ഒരു അനാസ്ഥ കാണിച്ചത്? ഞാനിതെന്റെ ബാഗിൽ തന്നെ വെച്ചിരുന്നത് അമ്മേ. പക്ഷെ എങ്ങനെ മിസ്സായിപ്പോയി എന്ന് എനിക്കറിയില്ല. ഇത് തന്നെയാ ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്ക്. അത്രയും വിലപ്പെട്ട ഒന്ന് ഈ വീട്ടിലെ സമ്പ്രദായത്തിന്റെയും ആചാരത്തിന്റെയും പ്രതീകമാണെന്ന് പറഞ്ഞിട്ടും എത്ര നിസ്സാരമായിട്ടാ നീ അത് നഷ്ടപ്പെടുത്തിയത്?